വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഒരാളെ ആക്രമിച്ചെന്ന് നാട്ടുകാർ. ചാലിഗദ്ദ പനച്ചിൽ അജിയെയാണ് ആന ആക്രമിച്ചത്. ഒരു വീടിന്റെ മധുരം കാട്ടാന തകർത്തിട്ടുണ്ട്. ആനയെ തുരത്താൻ വനപാലകർ ശ്രമം തുടങ്ങി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ്. ഈ കാട്ടാന ഇതുപോലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതുപോലെ ഈ കർണാടക അതിർത്തിയിൽ നിന്ന് വന്നതാണോ? എന്താണ് നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരങ്ങൾ? സ്മിത, പ്രവിത, ഇന്ന് പുലർച്ചെ മുതലാണ് ഇത്തരത്തിലൊരു കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. നേരത്തെ തന്നെ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന പാതിരി റേഞ്ചിൽ, അതായത് വയനാട് സൗത്തിന് കീഴിലുള്ള പാതിരി റേഞ്ചിൽ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള മുന്നറിയിപ്പ് വനംവകുപ്പ് നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക് വന്നത്. കൂടൽക്കടവ്, കൊയിലേരി, താന്നിക്കൽ പ്രദേശങ്ങളിലാണ് ഇത് എത്തിയത്. പയ്യമ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതിനിടയിൽ ഈ ചാലിഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് പനച്ചിയിൽ അജിയെ ഈ കാട്ടാന ആക്രമിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മുട്ടങ്കര ഭാഗത്തും ഈ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ കാട്ടാന ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റത്തിൽ ജിബിൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മതിലാണ് കാട്ടാന തകർത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനപാലകർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ മാനന്തവാടിയിൽ സമാനമായ രീതിയിൽ തന്നെ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന ഇറങ്ങിയിരുന്നു. ഇതുപോലെ തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായിരുന്നു ഇത്. ഈ ആന ഒരു സർപ്രൈസ് എന്നുള്ള നിലയ്ക്ക്, അതായത് ആകസ്മികമായാണ് ഇത് കയറി വന്നത് ജനവാസ മേഖലയിലേക്ക്. പക്ഷേ ഇത് അതുപോലെയല്ല. നേരത്തെ തന്നെ ഈ ആനയുടെ സാന്നിധ്യം അവിടെ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള തരത്തിൽ വനംവകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും വനപാലകർ എത്തി തുരത്താൻ ശ്രമം നടത്തുന്നുണ്ട്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയെന്ന വാർത്തയാണ് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.